കേരളത്തിലെ വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹന മോഡിഫിക്കേഷൻ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തുവന്നു. അതിന്റെ നിരാശയിലാണ് ജൻസികൾ. പുതുതലമുറ വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതിനടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ സന്നദ്ധമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതെല്ലാം മുൻപേ ഉള്ളതാണെന്നാണ് ജൻസികൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയോടെ ട്രാക്കിലേറിയ ജൻസികൾ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന അവസ്ഥയിലാണ്. മുഖ്യമന്ത്രി തന്നെ ഇടപെടുമെന്നാണ് ഇപ്പോൾ ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാണാം കോഴിക്കോട് നിന്നും അനീഷ് ദേവസ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. മോഡിഫിക്കേഷനിൽ നിരാശയുടെ സ്റ്റിക്കറും. കേരളത്തിലെ വാഹനപ്രേമികൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 18 തരത്തിലുള്ള വാഹന മോഡിഫിക്കേഷന് ഗതാഗത കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടായിരിക്കുകയാണ്. നിറമാറ്റവും സ്റ്റിക്കറിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഇളവുകളാണ് ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. കാറോ ബൈക്കോ ഇനി ഉടമയ്ക്ക് ഇഷ്ടമുള്ള നിറത്തിലേക്ക് മാറ്റാൻ അനുവാദമുണ്ടാകും. എന്നാൽ RTO ഓഫീസിൽ നിശ്ചിത ഫീസ് അടച്ച് മുൻകൂർ അനുമതി വാങ്ങി ഇത് RC ബുക്കിൽ രേഖപ്പെടുത്തണമെന്ന് മാത്രം. വാഹനങ്ങളിൽ മാന്യമായ രീതിയിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും സ്റ്റിക്കർ ചെയ്യാനും വാഹനത്തിനുള്ളിൽ പല നിറത്തിലുള്ള ആകർഷകമായ ലൈറ്റുകൾ ഘടിപ്പിക്കാനും അനുമതിയുണ്ടാകും. സർക്കാരിന്റെ തീരുമാനത്തോട് അനുകൂലമായ നിലപാടാണ് വാഹനപ്രേമികൾക്ക്. ഞങ്ങൾ പ്രതീക്ഷ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഹോൺ അങ്ങനത്തെ കുറച്ച് ഐറ്റം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെനിഫിറ്റ് ആയേനെ. പിന്നെ ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി കയറിയ പാടെ തന്നെ ഇത് ആക്ടിവേറ്റ് ആക്കി തന്നതിന് വളരെ സന്തോഷം. നമ്മൾക്ക് എന്താ വെച്ചാൽ സൺ കൺട്രോൾ ഫിലിമാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായി തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഈ ചൂടുകാലത്തെ നമ്മൾ സാധാരണ തോർത്തുമുണ്ടും പേപ്പറൊക്കെ വെച്ചിട്ടായിരുന്നു പോകാറുള്ളത്. ഈ തവണ അത് 50% ആക്കിയതിൽ കൂടുതലും ഇതിനകത്ത് നേട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യാപാരം ഒന്നുകൂടി കൂടുതൽ ഉണ്ടാവുന്നുള്ള സാധ്യത കച്ചവടം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. യാത്രകൾ കൂടുതൽ ആസ്വാദ്യമാക്കാൻ കൂടുതൽ സ്പീക്കറുകൾ വെക്കുന്നതിനും തടസ്സമുണ്ടാകില്ല. ഇതിനൊപ്പം സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, റൂഫ് കാരിയർ, ഡാഷ് ക്യാം, GPS ട്രാക്കർ എന്നിവയും 50% വരെ കാഴ്ചമറയ്ക്കുന്ന സൺ ഫിലിമുകളും വാഹനങ്ങളിൽ ഉപയോഗിക്കാം. എഞ്ചിൻ മാറ്റം, ബോഡിക്ക് വരുത്തുന്ന രൂപമാറ്റങ്ങൾ, ഇലക്ട്രിക്കിലേക്കോ CNGയിലേക്കോ ഉള്ള മാറ്റങ്ങൾ എന്നിവയും അനുമതിയോടെ സാധ്യമാകും. ഏതായാലും ഈ പുതിയ തീരുമാനം കൊണ്ട് മാത്രം വാഹനപ്രേമികൾ തൃപ്തരാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും ഈ കടുത്ത നിയന്ത്രണത്തിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കും സർക്കാരിന്റെ ഈ പുതിയ നീക്കം. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.